അല്ല ഡോക്ടർ ഹരി, ഇപ്പം ഘടകകക്ഷികൾ സ്വാഭാവികമായിട്ടും അവർക്ക് പല ഡിമാൻഡ്സ് ഉണ്ടാവും, ആവശ്യങ്ങളുണ്ടാവും അല്ലേ? അതൊക്കെ മീറ്റ് ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ്. അതെ. പക്ഷേ ഇതിന് പുറത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടനകൾ അവരെങ്ങനെയാണ് കൈകടത്തുന്നത്? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സതീശനെ ഹൈജാക്ക് ചെയ്തു അല്ലേ ശ്യാമേ? ഹൈജാക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ പോലും പ്രചരണങ്ങളുണ്ട്. കാരണം ഈ സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ദൃശ്യമാധ്യമമായിട്ടുള്ള മീഡിയ വണ്ണാണ്. ഹൈജാക്ക് ചെയ്യുന്നുള്ള മാത്രമല്ലെന്ന്, എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വയം പറയുന്നു അവർ മതേതരത്വം ജനാധിപത്യം എന്ന് പറയുന്നത് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. അവർ പറയുന്നു മതരാഷ്ട്രം വാദമാണ് ഉന്നയിക്കുന്നതെന്ന് അവർ എടുത്തെടുത്ത് പറയുന്നു. അവരുടെ അമീർ ഇപ്പോഴും പറയുന്നു, ഈ ഇലക്ഷനിടയിൽ തന്നെ പറയുന്നു. പക്ഷേ അപ്പോഴും വി ഡി സതീശൻ പറഞ്ഞെന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഒരു മതേതരത്വ സംഘടനയാണ്, അവരവരുടെ തീവ്ര മതനിലപാടുകൾ ഉപേക്ഷിച്ചു എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ ഇല്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുകയാണ്. അപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കേണ്ടത്? ഇനി അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഈ വി ഡി സതീശന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ആ പ്രകടനങ്ങളും അദ്ദേഹത്തിന് നടത്തിയിട്ടുള്ള അടുപ്പൂടി ചർച്ചകൾ നടത്തിയിട്ടുള്ള ബഹുരസമാണ് ആ വാദങ്ങൾ. അതിനൊക്കെ അപ്പുറത്തേക്ക് ലീഗിൻ്റെ അതോടൊപ്പം തന്നെ പ്രോ ജമാഅത്തെ ഇസ്ലാമിയുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഹാൻഡുകൾ മുഴുവൻ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുള്ളതാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ എന്തായാലും ജമാഅത്തെ ഇസ്ലാമിനെ വെള്ളപൂശാൻ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രവാദം ഉന്നയിക്കുന്ന ഭീകര സംഘടനയെ വെള്ളപൂശാൻ നമ്മുടെ നിലവിൽ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട മുഖ്യമന്ത്രി വളരെ കാലം മുമ്പൊന്നുമല്ല, വെറും 1-2 മാസങ്ങൾക്കകത്ത് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ തെളിവുകൾ, എല്ലാ തെളിവുകളും നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അതിനൊരു ഉത്തരം കൂടി എന്തായാലും കോൺഗ്രസ് പാർട്ടി തരിക തന്നെ വേണം. ഓക്കെ, അങ്ങനെ ഒരു ഡീലുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന് എന്നല്ല ഞാൻ ചോദിക്കുന്നത്, മനസ്സിലായി. സന്തോഷിക്കാൻ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുള്ള പുതുയുഗ യാത്ര, ഞാൻ അതിനകത്ത് ഒരുപാട് വേദികളിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതാണ്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്, ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ജനങ്ങളോട് പറഞ്ഞത്, എനിക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ ജാമേ, ഈ വർഗീയ ശക്തികളുടെ വോട്ട് എനിക്ക് വേണ്ട. വർഗീയ ശക്തികൾക്ക്, കേരളത്തെ നമ്മൾ വർഗീയ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കണം. നിങ്ങളാണ് എനിക്ക് വോട്ട് ചെയ്യേണ്ടത്, ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 102 സീറ്റുകൾ നേടിക്കൊണ്ട്. അത് അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹം ഒരു പ്രവാചകൻ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞു 102 സീറ്റുകൾ അല്ലെങ്കിൽ 100-ലേറെ സീറ്റുകൾ നേടും, 1 ഡസൻ മന്ത്രിമാർ തോൽക്കും, അതോടൊപ്പം തന്നെ മലബാർ എറണാകുളം എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും. ഇതൊക്കെ വളരെ പരസ്യമായി ഇപ്പോഴും മീഡിയയുടെ നിങ്ങളുടെയൊക്കെ ആർക്കൈവ്സിൽ ശരിയായി. അതെ, അതെന്തുകൊണ്ടാണെന്ന് അറിയാം. അത് ഈ ജനങ്ങളിലുള്ള വിശ്വാസമാണ്. അപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്താണ്. അന്നത്തെ ആ ഒരു ഇതിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ മാതൃഭൂമിയുടെ ചർച്ചയിലാണ്, അഭിലാഷിൻ്റെ ചർച്ചയിലാണ് ഞാൻ പങ്കെടുത്തത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമാണ്, വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൽ വർഗീയമായിട്ടല്ല ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ എടുത്തിരുന്ന ഇതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ജമാഅത്തെ ഇസ്ലാമി എടുക്കുന്നുവെന്നും അവർ ആ വർഗീയ സമീപനത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഞാനും അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരുപാട് വായിക്കുകയും മനസ്സിലാക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം അവരുടെ ഇപ്പോൾ പ്രബോധനം എന്ന് പറയുന്ന അവരുടെ മാസികയുണ്ട്, അത് വായിച്ചാൽ അറിയാം. അത് എല്ലാ വാസികളും വായിക്കുന്നതിന് കൂട്ടത്തിൽ ഞാനത് വായിക്കുന്ന ഒരാളാണ്, പ്രബോധനം വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിനകത്ത് ഒരു സമയം നമുക്കറിയാമല്ലോ, പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാം ഇപ്പോൾ കേസരി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വായിക്കണം, വായിച്ചതെങ്കിൽ എന്താണ് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വായിച്ചപ്പോൾ അവർ നേരത്തെ മുന്നോട്ട് വച്ചിരുന്ന അത്തരത്തിലുള്ള ആശയങ്ങളല്ല അവരുടെ പുതിയ സമീപനത്തിലുള്ളത്. അപ്പോൾ അത് ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ആശയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രതിപക്ഷ നേതാവ് അന്നത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന് എന്നതുകൊണ്ട് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹായവും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി സഹായിച്ചത് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത് എന്ന് പറഞ്ഞാൽ അവർ ഇത്ര ശതമാനമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് എത്രത്തോളമുണ്ട്. പക്ഷേ അത് കൂട്ടിക്കെട്ടി ഉള്ളൊരു നരേറ്റീവ് ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയുള്ള നെറേറ്റീവുകൾ വരുമ്പോഴും അതങ്ങനെയല്ല എന്ന് പറയാൻ ഇദ്ദേഹം മെനക്കെടുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. അല്ല, കോൺഗ്രസ് പാർട്ടി ഇപ്പം ഞാൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് തന്നെ പറയണമെന്നില്ലല്ലോ. കോൺഗ്രസിൻ്റെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് പാർട്ടിയുടെ നിലപാട് പറയാനാണ്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് വന്നിരിക്കുന്നതാണ്.
അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ഓക്കെ, ഞാൻ പറയുന്നത് ഈ പാർട്ടിയുടെ അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു സെക്കുലർ സമീപനമാണ്. അപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അഭിപ്രായം പറയാം. ഞാൻ പറയുന്നത് അത് ആര് പറഞ്ഞാലും ആ അഭിപ്രായത്തെ ഞങ്ങൾ ഉൾക്കൊള്ളും. അതിനകത്ത് ശരിയും തെറ്റും ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിശോധിച്ചതിന് ശേഷം തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തും, ശരിയുണ്ടെങ്കിൽ സെക്കുലർ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? സ്യൂഡോ സെക്കുലർ അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അല്ല, അത് അനിൽ പറയുന്നതല്ലേ, ഞങ്ങളുടെ നിലപാടാണ്. സെക്കുലർ എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കാനുള്ള ചോദ്യം, കേരളത്തിലെ ഏത് പാർട്ടിയാണ് വർഗീയ പാർട്ടി? എൻ്റെ ഒരു നമ്മുടെ കേരള നറേറ്റീവ്സിൽ നമ്മൾ നോക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി, PDP, SDPI, മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി, ഇതെല്ലാം സെക്കുലർ പാർട്ടികളാണ്. BJP മാത്രമാണ് ഈ വർഗീയ പാർട്ടിയായിട്ട് കേരളത്തിൽ സാധാരണ ഇവർ പറയാറുള്ളത്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനം, അതായത് ജമ്മു കാശ്മീരിൽ നിരോധിച്ചിരിക്കുന്ന സംഘടന 2019 നിരോധിച്ചു. 2024 വീണ്ടും 5 വർഷം കൂടെ നിരോധനം എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഈ നമ്മുടെ ഇപ്പം ഹരി സൂചിപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ VD സതീശൻ പ്രബോധനം വായിക്കുമ്പോൾ ഒരു സ്റ്റേറ്റിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ സെക്കുലർ എന്ന് പറയുന്ന പാർട്ടി, അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ജമ്മു കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നിരോധനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമോ? കാരണം ഈ മതേതര സ്വഭാവമാണ് അതിനുള്ളതെങ്കിൽ ഒരു സ്റ്റേറ്റിൽ അതിന് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചത് തെറ്റല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമീപനം ഇവർ പലപ്പോഴും കേരള വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനം, സംഘടിത വോട്ട് ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് പേര് കൊണ്ട് തന്നെ അത് നമുക്കറിയാം പക്ഷെ ഭരണഘടനാപരമായിട്ട് അത് മെമ്പറാകും. അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞില്ല, ഒരു ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഡോക്ടർ പ്രസാദിനെ പോലൊരാള് അതങ്ങനെ പറയുന്നതിന് എനിക്ക് എല്ലാത്തൊരു എനിക്ക് അങ്ങോട്ട് അങ്ങ് സിങ്ക് ആവുന്നില്ല. എൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് അംഗീകൃതമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാർട്ടിയാണല്ലോ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച പാർട്ടിയിൽ അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാൻ നമുക്ക് സാധിക്കുക? ഒരിക്കലും അത് യോജിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതൊന്നും പറയുന്നത് ഇങ്ങനെ പറയാൻ വേണ്ടി പറയാന്നുള്ളത്. അത് ശ്യാം പറഞ്ഞാൽ ഞാൻ മനസ്സിലാവും, ശ്യാം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 1960 ഇലക്ഷൻ കഴിയുമ്പോൾ അന്ന് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരു മുന്നണിയായിട്ട് കോൺഗ്രസും PSP മുസ്ലിം ലീഗും കൂടെ ചേർന്നിട്ടാണ് അന്ന് വൻ വിജയം നേടി. എന്നിട്ട് ആ മുസ്ലിം ലീഗിന് മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ചില്ല. കാരണം അതിനു മുമ്പ് നെഹ്റു സ്വാതന്ത്ര്യാനന്തരം മുസ്ലിം ലീഗിനെ ചത്തകുതിര എന്ന് പറയുന്ന ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ടായി. പിന്നീട് തലമുറകൾ മാറുമ്പോഴാണ് ഇത് സെക്കുലറായി മാറിയത്. നെഹ്റുവിനേക്കാളും സെക്കുലർ ആ കാലഘട്ടത്തിലുള്ളതിനേക്കാളും ഒരു സെക്കുലർ പാരമ്പര്യം എപ്പോഴാണ് വന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിച്ചില്ല? അപ്പോൾ ഇത് നമ്മുടെ സൗകര്യമനുസരിച്ച് പറയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് CPM 1965 ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ 67 സപ്തകക്ഷി മുന്നണിയുടെ ലെഫ്റ്റ് ഫ്രണ്ടിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനെ മാറ്റി അതിനെ സെക്കുലറൈസ് ചെയ്യുന്നു. പിന്നീട് നമുക്കറിയാം കേരളത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ മുസ്ലിം പാർട്ടികൾ, അതായത് AIML, അതിനെയും ആദ്യം മന്ത്രിസഭയിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും AIML-നെയും INL-നെയും അതുപോലെ PDP-യെയും ശ്രമിച്ചു. പക്ഷേ മന്ത്രിസഭയിൽ 3 പേരെ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന ഇടതുപക്ഷമാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം അങ്ങനെയാണെങ്കിൽ BJP-യെ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം VD സതീശൻ പറയുന്നതിൻ്റെ തിയറി മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്? ഏത് വർഷം രൂപീകരിക്കപ്പെട്ടു? അതിന്റെ കാരണം എന്താണ്? അപ്പോൾ നമ്മൾ RSSന്റെ ഫോർമേഷൻ ഇത് പറയാം, ഇതിന് ഉത്തരം പറയാം. മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ പൊളിറ്റിക്കൽ പാർട്ടി, RSS പൊളിറ്റിക്കൽ പാർട്ടി. ഇതിന് ചോദിച്ച ഉത്തരം പറയാം. RSS പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഞാൻ പറയട്ടെ, അതിന്റെ ആ സംഘപരിവാർ സംഘത്തിന്റെ ഭാഗമായിട്ടാണ് BJP പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തന്നെയാണ് BJP. ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ ഏത് വർഷം എങ്ങനെ? അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് ആരാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാപകനാരാ? അതൊക്കെ സമ്മതിച്ചു. മുസ്ലിം ലീഗിന്റെ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. മുസ്ലിം ലീഗിന്റെ സ്ഥാപകനാരാണ്? മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ജിന്നയുടെ പഴയ ലീഗിലുണ്ടായിരുന്ന ഈ രാജ്യത്തിന് വിഭജനത്തിന് കാരണക്കാരനായിട്ടുള്ള ജില്ലയുടെ പഴയ ഓൾ
ഇന്ത്യ മുസ്ലിം ലീഗിൽ അല്ല, ഇവിടെ- ഉണ്ടായിരുന്ന ഇവിടെ- അതേ ആള് ഞാൻ തന്നെ പറഞ്ഞത് രൂപീകരിച്ചാണ് ഇന്ത്യൻ ഫക്കീറെ. മുസ്ലിം ലീഗ്. അദ്ദേഹത്തിന് അറിവില്ലായ്മ അല്ലെങ്കിൽ കരുതി കൂടി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലല്ല. അതല്ല ഇന്ത്യയിലുള്ള അദ്ദേഹം മുസ്ലിം ലീഗിനെ പറഞ്ഞത്. കുറിച്ച് അല്ലെങ്കിൽ അറിയാത്ത പറയട്ടെ. വ്യക്തി ഈ അദ്ദേഹം ഗുരുനാനെ കണ്ടതുപോലെ വിലയിരുത്തുകയാണ്. മതേതരത്വം അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധമായി പറയട്ടെ, അല്ലെ പറയാൻ അവസരം തരണം. പറഞ്ഞത് ഷാക്കിരെ, ഈ ഷാക്കിരെ. യു.ഡി.എഫ് ഭരണത്തിൽ വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ 9 വർഷം മുമ്പ് അവർക്ക് ഇല്ലാതായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനെന്ന് പറഞ്ഞിട്ടുള്ള കെ.എം. ഷാജിയാണ് ഇവരുടെ നേതാവെന്ന്. എന്താ കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടി പറയാത്തത്? പിണറായി വിജയനെതിരെ പറയുന്നുണ്ടല്ലോ. പിണറായി വിജയനെതിരെ പറയുന്നുണ്ടെങ്കിൽ അല്ലല്ല, കെ.എം. ഷാജി തെറ്റിദ്ധരിപ്പിക്കണം. എനിക്ക് സമയമില്ല. സമയം തന്നാ പറഞ്ഞുതരാം. മാത്രമാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി തന്നെയാണ് കെ.എം. ഷാജി പറഞ്ഞിട്ടുള്ളത്. എന്താണ് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടി പറയാത്തത്? ഈ യു.ഡി.എഫ് ഭരണത്തിൽ വരുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള യു.ഡി.എഫ് കക്ഷികൾ ഭരണത്തിൽ വരുന്നത് കേരളത്തിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയാതെ മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞ 9 വർഷമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനാണെന്ന് കെ.എം. ഷാജി പറഞ്ഞ് നിങ്ങൾ എങ്ങനെ മതേതരത്വമാവുക? ഷാജി മന്ത്രിയാവുന്നതാണ് അറിയുന്നത്. ഇതിപ്പോ ഒരു പ്രസംഗ ഭവിഷ്യത്തുകൾ. അല്ല, ഇതിന്റെ ഉത്തരം പറയൂ. അല്ല ശ്യാമേ, ഉത്തരം പറയുന്നത് അതാണ് പറയാനാണല്ലോ നിങ്ങൾ ദയവായിട്ട് ഈ ഷാജിയുടെ ഏകപക്ഷീയമായ ചർച്ചകൾ അങ്ങനെ നിങ്ങൾ വെള്ള പൂശിയാൽ വെള്ള പറ്റില്ലല്ലേ? അങ്ങനെ ഇതിനകത്ത് പ്രശ്നം തരും. അതിനകത്ത് പ്രശ്നം തരുമോ? ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഭീകര സംഘടനകളെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഭീകര സംഘടനകളെ വെള്ളപൂശിയിട്ട് ദീപചന്ദ്രദാസിനെ പോലെയുള്ള ബംഗാളിലെ ദളിതരായിട്ടുള്ള സാധാരണ ഹിന്ദുവിനെ ആൾക്കൂട്ട കൊലപാതകം നടത്തിയിട്ട് കെട്ടിത്തൂക്കിയിട്ട് കത്തിച്ചു കൊന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമി മതേതര സംഘടനയാണെന്ന് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി പറയുമ്പോൾ അതിന്റെ ഉത്തരം കോൺഗ്രസ് പറയണ്ടേ?